ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 9 മുതൽ 15 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 2025 ഫെബ്രുവരി മാസം 11 തീയതിയാണ് മകരമാസത്തിലെ തൈപ്പൂയം. മകരമാസത്തിലെ പൂയം എല്ലാ സ്കന്ദൻ്റെ, അതായത് മുരുകൻ്റെ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളൊക്കെ വളരെ ഇതാണ് തൈ മാസത്തിലുള്ള പൂയ നക്ഷത്രം. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യതയുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം എല്ലാ വിധത്തിലും നേട്ടമുള്ളൊരു വാരമാണ്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി കാലമാണ്. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും തൊഴിൽ തടസ്സവും അനുഭവപ്പെടുന്ന സമയമാണ്. കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. പല വിധത്തിലും നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാവും. എങ്കിലും തൊഴിൽപരമായിട്ട് പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. തൊഴിൽ മുമ്പോട്ട് പോകാൻ വലിയ പ്രയാസം നേരിടേണ്ട അവസ്ഥ വരും. വിദേശത്തൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ ഏത് സമയത്തും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. സംസാരം പോലും നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. എന്ത് കാര്യത്തിന് തൊട്ട് കഴിഞ്ഞാലും ധനനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശി കുറയ്ക്കണം. ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ശാരീരികമായിട്ട് ശരീരത്തിൽ മുറിവോ പൊള്ളലോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കുക. മുൻകോപം കുറയ്ക്കുക. കൂട്ടുകെട്ട് മാക്സിമം കുറയ്ക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. അഷ്ടമശനി കാലമായതുകൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രൊമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ ധനപരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യം ഒഴിച്ച് പൊതുവെ ഈ വാരം നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, സർപ്പപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം. കടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം. ഉദരരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് വിഷപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. ശിവപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും.
കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. കലാപരമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രതി വരുത്തുക. പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യത്തിനും കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാര്യാദികൾക്കെല്ലാം തടസ്സങ്ങൾ വരും. ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക രംഗത്ത് ബുദ്ധിമുട്ടുകൾ വരാം. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കും. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പഴയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ കാര്യങ്ങളെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം കഴിയുന്ന കുറയ്ക്കുക. എല്ലാ വിധത്തിലും തുറന്ന് സംസാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിലൂടെ ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ മനസ്സമാധാനം കുറയും. ശത്രുക്കൾ വർദ്ധിക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മനസ്സമാധാനക്കുറവുകളോ വിഷമങ്ങളോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലും പൊതുവെ ഈ വാരം നന്നായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അന്യദേശത്തിൻ്റെ ലാഭത്തിനും സാധ്യത വളരെ കൂടുതലാണ്. വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവും. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വഴക്കുകളോ പ്രശ്നങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായി ചിന്തിക്കുന്നത് കുറയ്ക്കണം. മുൻകോപം കുറയ്ക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വയ്ക്കുമ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം വീട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാൻ. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മുൻകോപം കുറയ്ക്കുക. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഏഴരശനി കാലമായിട്ട് എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷിക്കുക. മുൻകോപം കഴിയുന്നത് കുറയ്ക്കുക. കേസ് വഴക്കുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം മനസ്സമാധാനക്കുറവുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. സന്താനങ്ങളാൽ സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. ഗൃഹവാഹനമായി സൗഖ്യം ഉണ്ടാവും. സഹോദരസ്ഥാനികളിൽ നിന്ന് നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം.
മീനൻ രാശി. പോരിട്ടായുടെ അവസാനത്തെ 15 കാഴി ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃ സമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദര സ്ഥാനികളിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിലൊക്കെ ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളോ വിഷമങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കാലുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശിവന് ശാസ്താവിനോ ശിവക്ഷേത്രത്തിലോ ധാര ഒഴിക്കുക, വളരെ നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ ധാര ഒഴിക്കുക, കൂവളത്തില കൊണ്ട് പുഷ്പങ്ങൾ ചാർത്തുക. ഇതൊക്കെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. ശനിയന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. കത്തുകൾ അയക്കാൻ പ്രയാസമുള്ളവർ ഫോണിലൂടെ വിളിക്കാം. ഏത് സംശയം ഉണ്ടെങ്കിലും ഫോണിലൂടെ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റും, നേരിട്ട് സംസാരിക്കാൻ പറ്റും. ഫോണിലൂടെ വിളിക്കേണ്ടത് 9447471711.